നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 മറ്റൊരു ആവേശകരമായ ദിവസമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടീമുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസിൽ ആഘോഷിക്കേണ്ട മറ്റൊരു രാത്രി കൂടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ടീമുകൾ? അതെ, റൗണ്ട് ഓഫ് 32 8 ടീമായിരുന്നു അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ ആയിരുന്നു. അതിൽ കാനഡ 1-0 സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സെക്കൻഡ് മാച്ച് നടന്നത് ബ്രസീൽ വേഴ്സസ് ജപ്പാന്റെ മാച്ചായിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മാച്ചായിരുന്നു. അതിൽ ബ്രസീൽ 2 ജപ്പാൻ 1 എന്നുള്ള സ്കോറിലേക്ക് ആ ഒരു മാച്ച് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറ്റുനോക്കിയിരുന്ന വേറൊരു മാച്ചായിരുന്നു ജർമ്മനി വേഴ്സസ് പരാഗ്വേ. ചാമ്പ്യൻസ് ആയിട്ടുള്ള ജർമ്മനിയായിട്ട് പരാഗ്വേ ഏറ്റുമുട്ടി. അത് രണ്ടുപേരും സമനില കിട്ടുകയും പിന്നെ അതിലൊരു പെനൽറ്റി ഷൂട്ടൗട്ടിൽ ജർമ്മനി തോൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് മാച്ച് വന്നിട്ടുള്ളത് നെതർലാൻഡ് വേഴ്സസ് മൊറോക്കോന്റെ മാച്ചായിരുന്നു. അതിൽ മൊറോക്കോ ഇതുപോലെ പെനൽറ്റിയിൽ ജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെയായിരുന്നു റൗണ്ട് ഓഫ് 32 കടന്നതിന്റെ ഫസ്റ്റ് മാച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഫിഫ വേൾഡ് കപ്പിൽ ഒരു ആവേശത്തിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. റൗണ്ട് ഓഫ് 32 നമുക്കറിയാം ഒരു ടീം എന്തായാലും പോവും, അല്ലെങ്കിൽ ആ ഒരു സമനില ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 എന്നൊക്കെ പറയുമ്പോൾ സമനില ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതെന്തായാലും ഒരു വിജയി എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ചുകൾ നടന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മാച്ചിലേക്ക് പോവാം. ഫസ്റ്റ് മത്സരം നടക്കുന്നത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ ആയിരുന്നു. 1-0 എന്നതായിരുന്നു അവരുടെ ഗോൾ സ്കോർ എന്ന് പറയുന്നത്. കാനഡ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കാനഡയ്ക്ക് വേണ്ടി സ്റ്റീഫൻ എസ്റ്റാക്യോ ആണ് കാനഡയുടെ വിജയ ഗോൾ. ആ ഒരു 1-1 ഗോൾ അടിച്ചത് സ്റ്റീഫൻ എസ്റ്റാക്യോ ആയിരുന്നു. ഈ ഒരു കളി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 7 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആഫ്രിക്കൻ ഗോൾ മുഖത്തേക്ക് മാക്സിമം ഒരു 7-8 ഓൺ ടാർഗറ്റ് ഗോൾസ് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിജയ ഗോൾ അടിച്ചത് അവരാണെന്നുണ്ടെങ്കിൽ ഒരു കളിയുടെ ഒരു 55% ബോൾ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. പക്ഷേ എനിവേ കാനഡയാണ് ഗോൾ അടിച്ചത്. സ്റ്റീഫൻ എസ്റ്റാക്കിയോടെ വളരെ മികച്ചൊരു ഷോട്ടിന്റെ ഒരു ബലത്തിൽ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുകയായിരുന്നു. റൗണ്ട് ഓഫ് 32 കടക്കുന്ന ഫസ്റ്റ് രണ്ട് ടീമുകളായിരുന്നു സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ. അതിൽ ആര് ജയിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും പ്രേക്ഷകർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കാനഡ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു മികച്ച പോരാട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റൗണ്ട് ഓഫ് 32 പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ എന്തായാലും വന്നിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മാച്ചായിരുന്നു ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. അപ്പോൾ ബ്രസീലിൻ്റെയും ജപ്പാൻ്റെയും ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ കൊല്ലങ്ങളിലായാലും കഴിഞ്ഞ മാച്ചസിലായാലും ഒക്കെ കാണുന്നത്. ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ കട്ടിമറിച്ചുകൊണ്ടായിരുന്നു ബ്രസീലിന്റെ ഗോളിന്റെ ഒരു നിലവാരം, അല്ലെങ്കിൽ ബ്രസീലിന്റെ 2 ഗോൾ കൊണ്ടാണ് ജപ്പാനെ തോൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ജപ്പാൻ ഇതുവരെ ഗ്രൂപ്പ് മാച്ചസിലായാലും അവർക്കൊരു തോൽവി കാണേണ്ട ഒരു സാഹചര്യം ജപ്പാന് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു സമനില കാണേണ്ട ഒരു സാഹചര്യം ജപ്പാന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് മാച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജപ്പാനാണ് ഒരു ഗോൾ അടിക്കുന്നത്. 29ാമത്തെ മിനിറ്റിൽ അവരുടെ കിടിലൻ പ്ലെയർ ആയിട്ടുള്ള സാനോ ആണ് ഫസ്റ്റ് ഗോള് ജപ്പാനായിട്ട് നേടിക്കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു രീതിയിലൊരു കോമ്പറ്റീഷൻ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. പൊസഷനൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ ഭാഗത്തായിരുന്നു പൊസഷൻ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ബോളുകളായാലും അല്ലെങ്കിൽ ഷൂട്ട് കൊടുക്കുന്ന ഷോട്ട്സ് ഗോൾ പോസ്റ്റിലേക്ക് വരുന്നത് കൂടുതൽ ബ്രസീലിന്റെ ആയിരുന്നു. പക്ഷെ ജപ്പാന്റെ ഒരു ഡിഫൻസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ഡിഫൻസ് ആയിരുന്നു ജപ്പാന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏവരും ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബ്രസീലിന്റെ ഒരു ലാസ്റ്റ് ഡേ ആയിരിക്കും ഇന്നലെ, അല്ലെങ്കിൽ ബ്രസീലിന് ഇനി കളിക്കാൻ പറ്റില്ല, വേൾഡ് കപ്പിന്റെ അവസാനമാണെന്ന് വിചാരിക്കുമ്പോഴാണ് 56ാമത്തെ മിനിറ്റ്, അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് 56ാമത്തെ മിനിറ്റിലാണ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കാസിമിറോ ഒരു ഗോള് ബ്രസീലിനായിട്ട് നേടിക്കൊടുക്കുന്നത്. അപ്പം എന്തായാലും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോമ്പറ്റീഷൻ അവിടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പേടി ജപ്പാനിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാസിമിറോ 56ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിക്കുകയും അപ്പൊ നമ്മൾ വിചാരിക്കും വീണ്ടും ഒരു കോമ്പറ്റീഷനായി, വീണ്ടും ഒരു സമനിലയിലേക്കാണ് ഗോള് അല്ലെങ്കിൽ ആ മാച്ച് പോകുന്ന ഒരു പെനൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുമ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള മാർട്ടിനെല്ലി 96ാമത്തെ മിനിറ്റിലാണ് മാർട്ടിനെല്ലി വീണ്ടും ബ്രസീലിന് ഒരു ഗോൾ നേടിക്കൊടുത്ത് അതൊരു ഗംഭീര വിജയമാക്കി മാറ്റി അവർ റൗണ്ട് ഓഫ് 16 കയറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം മാച്ചിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ
അഡീഷണൽ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്ന 6 മിനിറ്റിലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് നിമിഷത്തിലാണ് മാർട്ടിനെല്ലി ഒരു ഗോള് ബ്രസീലിന് വേണ്ടി നേടിക്കൊടുത്ത് അവരുടെ വിജയം ഉറപ്പിക്കുന്നത്. അപ്പൊ ഈ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യ പകുതിയിൽ ഒരൊറ്റ ഗോളിന് രണ്ടാം പകുതിയിൽ 2 ഗോൾ കൊണ്ട് തിരിച്ചു മറുപടി കൊടുക്കുന്ന ഒരു ബ്രസീലിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. കാർലോ ആഞ്ചലോട്ടിയൊക്കെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ചീത്ത പറയുന്നതും വഴക്ക് പറയുന്നതും പ്രകോപിതനാവുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനെല്ലാത്തിനും ഓരോ മത്സരങ്ങൾ കഴിയും തോറും അതിനെല്ലാത്തിനും ഇരട്ടി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രസീൽ. ബ്രസീലിന്റെ ആ ഒരു എന്താ പറയുക ആധിപത്യം, ഫിഫ വേൾഡ് കപ്പിൽ ആ ഒരു ബ്രസീലിന്റെ ആധിപത്യം പിന്നെയും സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഓരോ ദിവസം കഴിയുമ്പോഴും ബ്രസീലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോഴും ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നെയ്മർ എന്തുകൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങുന്നില്ല? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. അടുത്ത കളിയിൽ നെയ്മർ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോവാം. അടുത്ത മാച്ച് വരുന്നത് ജർമ്മനി വേഴ്സസ് പരാഗ്വേ ആണ്. 1-1 സമനില സ്കോറിലാണ് അവർ ആ കളി അവസാനിപ്പിക്കുന്നത്. 42ാമത്തെ മിനിറ്റിൽ ജൂലിയോ എൻസിസോയിലൂടെയാണ് പരാഗ്വേ ലീഡ് എടുക്കുന്നത്. ഈ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരാഗ്വേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജർമ്മനിയോട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. 2014 ലോകകപ്പിന് ശേഷം ജർമ്മനി നോക്കൌട്ടിൽ എത്തുന്ന ആദ്യത്തെ ഒരു അവസരം കൂടിയായിരുന്നു. ആദ്യത്തെ ഒരു ഫിഫ വേൾഡ് കപ്പ് ആയിരുന്നു 2040 ശേഷം. പക്ഷെ എന്തുകൊണ്ടും പരാജയപ്പെട്ടു പോയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം 2002 ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ജർമ്മനിയോട് 1-0 പരാജയപ്പെട്ട പരാഗ്വേ 24 വർഷത്തിന് ശേഷം അതേ ജർമ്മനിയെ പൂട്ടുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണ നമ്മൾ കണ്ടത്. 2002 ശേഷം 2026 ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ നോക്കൌട്ടിൽ തന്നെ പരാഗ്വയെ തീർക്കുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തോൽവിക്ക് അവർ പകരം വീട്ടിയ ഒരു മാച്ചും കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പിന്നെ നമ്മുടെ ജർമ്മനിയുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കായ് ഹാർവെർട്സ് ആയിരുന്നു ജർമ്മനിക്ക് വേണ്ടി ആ ഒരു ഗോള് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു എക്സ്ട്രാ ടൈമുകൾക്ക് പിന്നെ ഒരു എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലൊന്നും 2 ടീമുകൾക്കും ലീഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഒരു നിരാശകരമായ ഒരു കാര്യം തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിനെ സംബന്ധിച്ച്. എന്തായാലും പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ വിജയനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പരാഗ്വയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജർമ്മനി പരാജയപ്പെട്ട് പുറത്തു പോകുന്ന ഒരു കാഴ്ച എന്തായാലും ഫാൻസുകാരെ ഒരുപാട് വിഷമിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മാച്ചായിരുന്നു നെതർലാൻഡ് വേഴ്സസ് മൊറോക്കോന്റെ മാച്ച് ഉണ്ടായിരുന്നത്. അതിൽ ഇതുപോലൊരു സമനില നേടുകയും പിന്നെ അതൊരു ഷൂട്ടൗട്ടിലേക്ക് മാറി മൊറോക്കോ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഗോളിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 72ാമത്തെ മിനിറ്റിലാണ് നെതർലൻഡ്സിന്റെ കോഡി ഗാക്പോ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് നെതർലൻഡ്സിന് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ ആ ലീഡ് നേടിയെടുക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും മൊറോക്കൻ സൈഡ് ഭയങ്കര നല്ല രീതിയിൽ തന്നെയായിരുന്നു പ്ലേ ചെയ്തത്. അവരുടെ സ്പിരിറ്റ് വിടാതെ അത്രയും നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മൊറോക്കൻ താരമായിട്ടുള്ള ഡിയോപ്പ് എന്ന് പറയുന്ന പ്ലെയർ മൊറോക്കോയ്ക്ക് വീണ്ടും അല്ല ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. അങ്ങനെയാണ് അതൊരു സമനിലയായിട്ട് മാറുകയും പിന്നെ അതൊരു ഷൂട്ടൗട്ടിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഷൂട്ടൗട്ടിൽ പക്ഷേ നെതർലാൻഡ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മൊറോക്കോൻ ടീമിനായിട്ട്. 3-2 എന്ന് പറയുന്ന സ്കോറിലേക്കാണ് പെനൽറ്റി ഷൂട്ടൗട്ട് മാറുകയും അതിൽ നെതർലാൻഡ്സ് പുറത്താവുന്ന ഒരു കാഴ്ചയും മൊറോക്കോ കയറി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും മൊറോക്കൻ ടീം ഈ വർഷം സ്ട്രോങ് തന്നെയാണ്. എന്തുകൊണ്ടും നല്ലൊരു വിജയം അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ കാണുന്ന മാച്ചസിന്റെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ അവരൊരു പരാജയം കാണുകയോ അല്ലെങ്കിൽ ഇപ്പം അവരുടെ ശക്തമായ ഡിഫെൻസീവ് സൈഡായാലും അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് സൈഡായാലും ഒക്കെ കിഡിലായിട്ടാണ് മൊറോക്കൻ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും റൗണ്ട് ഓഫ് 32 ഫസ്റ്റ് മാച്ചസുകൾ കഴിയുമ്പോൾ ഗംഭീര സ്റ്റാർട്ടും അതുപോലെ ഇനി നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. നല്ല നല്ല ടീമുകളാണ് വരുന്നത് എന്നുള്ളൊരു സൂചനയാണ് പല ഗെയിംസും കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു. ഒരുപാട് ഓരോ ടീമിന്റെ സ്ട്രോങ് സൈഡ് എന്താണ് വീക്ക് സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു ഇതായിരുന്നു റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്നത്. അപ്പം ശക്തമായിട്ടുള്ള എതിരാളികളായിട്ടായിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ റൗണ്ട് ഓഫ് 16 വരുമ്പോൾ കാണാൻ പറ്റുന്നത്. നമുക്കിനി അടുത്ത ദിവസത്തെ റൗണ്ട് ഓഫ് 32 നെക്സ്റ്റ് മാച്ചസ് നോക്കാം. ഈ റൗണ്ട് ഓഫ് 32 വരുന്ന നെക്സ്റ്റ് മാച്ചസ് ആണ്. അപ്പം ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പം നമ്മള് കാത്തിരിക്കുന്ന ഹാളൻഡ് ഈ വട്ടം ഇറങ്ങുമോ എന്ന് നോക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. ഐവറി കോസ്റ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ഹാളൻഡ് ഇറങ്ങുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അതേപോലെ നാളെ 2:30 ഫ്രാൻസ് വേഴ്സസ് സ്വീഡന്റെ മാച്ച് ഉള്ളത്. അതേപോലെ 6:30 മെക്സിക്കോ വേഴ്സസ് ഇക്വഡോറിന്റെ മാച്ചാണ് നടക്കുന്നത്. രാത്രി 9:30 ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോന്റെ മാച്ച് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇതുപോലെ കിഡിലൻ ടീമുകൾ ഇനി വരാൻ പോവുകയാണ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോർവേ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, മെക്സിക്കോ ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, കോങ്കോ, അങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ ടീമുകളുടെയും നിലവാരം പൊങ്ങുന്നതും താഴുന്നതും.
അപ്പൊ എന്തായാലും വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലേക്കാണ് റൗണ്ട് ഓഫ് 32-ൽ ഓരോ ടീമുകളും കടക്കുന്നതെന്ന സൂചനയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇപ്പോഴാണ് കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് ഫിഫ വേൾഡ് കപ്പ് വന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് ഓരോ ടീമിന്റെയും പെർഫോമൻസ്. പലരുടെയും പെർഫോമൻസ് ലാസ്റ്റ് മിനിറ്റിലാണ് കുറച്ചും കൂടി ശക്തമായി എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് കാര്യമില്ലാതെ പോകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതായിരുന്നു. എന്തായാലും അടുത്ത ദിവസം വരും ദിവസങ്ങളിലെല്ലാം ഈ പോരാട്ടവീരം ശക്തമായി മാറും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഉറപ്പോടു കൂടിയാണ് ഓരോ കളികളും അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മറ്റു ടീമുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.